सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। साधकर्कं प्रणामं। हरि ओं नमो नारायण। अथ शुक्लयजुर्वेदीय काण्वशाः बृहदारण्यक उपनिषत् प्रथमकाण्डं मधुकाण्डं द्वितीय अध्यायं ब्रह्मविद्याप्रकरणं प्रथमब्राह्मणम् अजातशत्रुब्राह्मणम् एकोनविंशति मन्त्रं 19ാമത്തെ മന്ത്രം ഒരുമിച്ച് ചൊല്ലാം. അധഃ യഥാ സുഷുപ്തോ ഭവതി യഥാ ന കസ്യചന വേദ ഹിതാനാമനാഢ്യോ ദ്വാസപ്തതിഃ സഹസ്രാണി ഹൃദയാദ് പുരീധതം അഭിപ്രതിഷ്ഠന്തെ താഭിഃ പ്രത്യപസൃപ്യ പുരീതദിശേധേ സഹ യഥാ കുമാരോ വാ മഹാരാജോ വാ മഹാബ്രാഹ്മണോ വാ അധിഗ്നീം ആനന്ദസ്യ ഗത്വാ ശയിത ഏവം ഏവ ഏഷഃ ഏതച്ഛേദേ. 20ാമത്തെ മന്ത്രം. സഹ യഥോർണനാഭിഃ തന്തുനാം ഉച്ചരേത്. നിങ്ങൾ തിരുത്താതെ എന്നോടൊപ്പം ചൊല്ലു. നമ്മൾ ഒരുമിച്ച് ചൊല്ലുന്നതിന് അതിന് പ്രത്യേകം ഇതാണ്. നിങ്ങൾ വെറുതെ അതും ഇതും ചെയ്തുകൊണ്ടിരിക്കാതെ ചെല്ലു. സഹ യഥോർണനാഭിഃ തന്തുനാമുച്ചരേത് യഥാ അഗ്നേഃ ശുദ്രോ വിസ്ഫുലിംഗാഃ വ്യുച്ചരന്തി ഏവമേവ അസ്മാദ് ആത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി ഉച്ചരന്തി. തസ്യ ഉപനിഷത് സത്യസ്യ സത്യം ഇതി പ്രാണാ വൈ സത്യം തേഷാം ഏഷഃ സത്യം. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക്
ബൃഹദാരണ്യ ഉപനിഷത്ത് പുനരാരംഭിക്കാം. അജാതശത്രു ഗാർഗ്യനോടായിക്കൊണ്ട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. 2ൻ്റെയും ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, സുഷുപ്തിയിൽ ആനന്ദം അനുഭവിക്കുന്നത് എന്തുകൊണ്ട്? അതിനുത്തരം നമ്മൾ കണ്ടു. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? കുതഹ ഏതത് ജീവഃ സുഷുപ്തി അനന്തരമാകാതെ, എവിടെ നിന്നാണ് സുഷുപ്തി അനന്തരം, ഉറക്കത്തിന് ശേഷം അല്ലെ ഗാഠനിദ്ര, ഉറക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗാഠനിദ്രയാണ്, അല്ലെങ്കിൽ സംപ്രസാദ അവസ്ഥയ്ക്ക് ശേഷം അനന്തരം ജീവാത്മാവ് കുതക ആകാത്, എവിടെ നിന്നാണ് മടങ്ങി വരുന്നത്? നമ്മൾ ലോജിക്കലി ചിന്തിച്ച ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് തന്നെയാണ്. കാരണം എവിടേക്ക് പോകുന്നു, പരമാത്മാവുമായി ഏകീഭവിക്കുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞു. പിന്നെ മടങ്ങി വരുന്ന എവിടെയാണ്? നമ്മൾ എങ്ങോട്ട് പോയോ അങ്ങോട്ട് നല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ലോജിക്കലി ചിന്തിച്ച 1ഉം 2ഉം ചോദ്യം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് അജാതശത്രു വീണ്ടും വീണ്ടും പറയുന്നു, അല്ലെങ്കിൽ ചോദ്യം മറ്റൊരു രീതിയിൽ രണ്ടാമത് ആവർത്തിക്കുന്നു? അത് ഗാർഗ്യന് മനസ്സിലാകാൻ വേണ്ടി, അല്ലെ ഗാർഗ്യൻ ചിന്തിക്കാൻ വേണ്ടി, എവിടെ നിന്നാണോ ആനന്ദം അനുഭവിക്കുന്നത് അവിടെ നിന്നാണ് മടങ്ങി വരുന്നത്. പക്ഷെ അപ്പം നമ്മൾ ദുഃഖം അനുഭവിക്കുകയാണ്. ശ്രദ്ധിക്കണേ, എവിടെ നിന്ന് ആനന്ദം അനുഭവിക്കുന്ന, ഉറങ്ങുന്നപ്പോൾ പരമാത്മാവുമായി ഏകീഭവിക്കുന്നു, അത് നമ്മൾ കണ്ടു. പക്ഷേ ഉറക്കം കഴിഞ്ഞ് ജാഗ്രതയിലേക്ക് വരുമ്പോൾ നമ്മൾ ദുഃഖമാണ്. ഇപ്പം എനിക്ക് പല്ല് വേദനയാണ്, ഞാൻ ഉറങ്ങിപ്പോയി, പക്ഷെ പല്ല് വേദന, എന്തേലും വേദന നിങ്ങൾ ഏതെങ്കിലും എടുത്തോളൂ. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ്, വേദനയുണ്ട്, പക്ഷെ പതിയെ 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 ഞാൻ ഉറങ്ങി ഗാഠനിദ്രയിലേക്ക് പോകുമ്പോൾ ആ വേദനയൊന്നുമില്ല. ഞാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ സുഖമായി ഉറങ്ങിയപ്പോൾ ആ വേദന അറിഞ്ഞേയില്ല. പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴോ വീണ്ടും എൻ്റെ പല്ല് വേദനിക്കുന്നു, അല്ലേ? ജാഗ്രതയിലേക്ക് വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണിത്. അപ്പം നമ്മൾ പരമാത്മാവുമായി ഏകീഭവിക്കുമ്പോൾ അവിടെ ഒരു വേദനയുമില്ല. പിന്നെയും നമ്മൾ അവിടെ നിന്ന് മടങ്ങി വരിക, ആ ആനന്ദം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീണ്ടും എനിക്ക് വേദനിക്കുന്നു ജാഗ്രതയിലേക്ക് വരുമ്പോൾ. അപ്പം മഹാത്മാക്കൾക്ക് എന്തുകൊണ്ടാ ശരീരബോധമില്ല, വേദനയില്ലാത്തത്? നമ്മൾ ഒരുപാട് കഥകൾ കേട്ട് അവർ ശരീരവ്യാധികൾ അനുഭവിച്ചതൊക്കെ, അല്ലേ? അപ്പോൾ അവർക്ക് എന്താണ് അതുമായിട്ട് താതാത്മ്യമേ ഇല്ലാത്തത്? അവർ നമ്മൾ ഉറങ്ങുമ്പോൾ അനുഭവിക്കുന്ന അതേ സുഖം അവർ എഴുന്നേറ്റിരിക്കുമ്പോഴും അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് അവരെ ഒരു വേദനകളും വ്യാധികളും ദുഃഖങ്ങളും ബാധിക്കാതിരുന്നത്. അത് പഠിപ്പിച്ചു തരുകയാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഇവിടെ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞുകൊണ്ട് ഗാർഗ്യനെ പഠിപ്പിക്കുന്നത്. അജാതശത്രു 19 മന്ത്രം വരെ നമ്മൾ കണ്ടിരുന്നു. ഇതുവരെ പഠിച്ചതിൽ 2 കാര്യങ്ങളായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് സോപിതി നാമം, രണ്ടാമത് ഹിത എന്ന 2 ഇത് 2ഉം വാക്കുകൾ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഓർക്കുക. പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം ബൃഹദാരണ്യകം തുടങ്ങിയപ്പം മുതൽ നമ്മൾ യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യരാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു ബോധം ഉണ്ടായിരിക്കണം, ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ ആരും ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, മകളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ആരാണ്? യാജ്ഞവൽക്യ ശിഷ്യ, അഹം യാജ്ഞവൽക്യ ശിഷ്യ, ഞാൻ യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യനാണ്. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴായിക്കോട്ടെ, എന്തും ജീവിതത്തിൽ ചെയ്തോളൂ, അല്ലെ? അച്ഛനെന്ന ഭാവമായിക്കോട്ടെ, മകളെന്ന ഭാവം, അതൊക്കെ ആ ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ഐഡൻറ്റിറ്റിയും കൂടി ഉണ്ട് എനിക്ക്. എന്താണ്? അഹം യാജ്ഞവൽക്യ ശിഷ്യ, ഞാൻ യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യനും കൂടിയാണ്, അല്ലെ ശിഷ്യയും കൂടെയാണ്. ഞാൻ അച്ഛനാണ്, അമ്മയാണ്, അതൊക്കെ ശരി. അതോടൊപ്പം ഞാൻ യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യയും ആണെന്നുള്ള ആ ബോധം എപ്പോഴും മനസ്സിലുണ്ട്. ഈ പുതിയ പുതിയ വാക്കുകൾ പഠിക്കുന്ന ഒന്നും നമ്മൾ മറക്കൂല. എന്നാൽ നമുക്ക് അത് തന്നെ ചിന്തിക്കാൻ സാധിക്കും, അല്ലേ? ഇപ്പോൾ മക്കളുടെ പേര് മറക്കുമോ നമ്മൾ? കാരണം എന്താ? എൻ്റെ അച്ഛൻ എന്നുള്ള ഭാവം എനിക്കുണ്ട്. പേരക്കിടാവിൻ്റെ പേര് മറക്കുമോ? ഇല്ല. മുത്തശ്ശൻ എന്നുള്ള ഭാവം എനിക്കുണ്ട്.
അല്ലേ? അതുകൊണ്ട് നമ്മളതൊന്നും മറക്കൂല. അതുപോലെ തന്നെ പുതിയ പുതിയ വാക്കുകൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ബ്രഹ്മവിദ്യാ പ്രകരണം. ഇനി ബാക്കി 5 ബ്രാഹ്മണവും കൂടി ഉണ്ട്. അവിടെ മൈത്രേയി വരുന്നുണ്ട്, ജനക മഹാരാജ, ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് മറക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അഹം യാജ്ഞവൽക്യ ശിഷ്യ. എപ്പോഴും അത് ഓർക്കണം കേട്ടോ. നമോ നാരായണ. നമുക്ക് 20ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. 20ാമത്തെ മന്ത്രത്തിൽ അവസാനിപ്പിക്കുകയാണ് അജാതശത്രു എന്താണ് പറയുന്നത്? സുഷുപ്തി അനന്തരം ജീവാത്മാവ് മടങ്ങി വരുന്നത് പരമാത്മാവിൽ നിന്ന് തന്നെയാണ്. അതെങ്ങനെ പറഞ്ഞു? ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു. അതായത് എങ്ങനെയാണോ ചിലന്തി തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ പശ കൊണ്ട്, അല്ലേ, എങ്ങനെയാണോ അത് പുറത്തെടുത്തുകൊണ്ട് തന്തു ഉണ്ടാക്കുന്നത്, വല നെയ്യുന്നത്, ചിലന്തി വല ഉണ്ടാക്കുന്നത്, അതുപോലെ 2ാമത്തെ ഉദാഹരണം പറഞ്ഞു അഗ്നേ വിസ്ഫുലിംഗാഹ. വലിയൊരു തീഗോളത്തിൽ നിന്നും എങ്ങനെയാണോ തീപ്പൊരികൾ ഉണ്ടായത്, തീഗോളം ഉണ്ടെങ്കിലേ തീപ്പൊരി ഉണ്ട്, അതുപോലെ തന്നെ ഈ സർവ്വവ്യാപിയായിരിക്കുന്ന പരമാത്മാവിൽ നിന്നാണ് സർവ്വതും ഉണ്ടായത്. അതിലേക്കാണ് നമ്മൾ ഉറങ്ങുമ്പോൾ ഏകീഭവിക്കുന്നത്, ഉണരുമ്പോൾ അവിടെ നിന്നാണ് മടങ്ങി വരുന്നതും എന്ന് പറയുകയായിരുന്നു. പിന്നെ എല്ലാവരുടെയും കാര്യം നമ്മൾ കണ്ടിരുന്നു. സർവേ പ്രാണാഹ സർവേ ലോകാഹ സർവേ ദേവാഹ സർവാണി ഭൂതാനി വിച്ചരന്തി. വിച്ചരന്തി എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിരുന്നു ഉത്പദ്യത എന്നുള്ള അർത്ഥം. അതായത് എല്ലാ പ്രാണികളും, എല്ലാ ജീവാത്മാക്കളും, എല്ലാ ലോകങ്ങളിലുമുള്ള എല്ലാ ജീവാത്മാക്കളും, അല്ലേ, അതിൽ എല്ലാം എടുക്കാം. ബ്രഹ്മാദി സ്തംഭപര്യന്തം, അല്ലേ, ചതുർമുഖ ബ്രഹ്മാവ് മുതൽ സ്തംഭപര്യന്തം എന്താണ്? പുൽക്കൊടി വരെയുള്ള സർവ്വ ജീവാത്മാക്കളും പരമാത്മാവിൽ നിന്നുമാണ് ഉണ്ടായത് എന്ന്. അല്ല, തീയിൽ നിന്നും എങ്ങനെ തീപ്പൊരി ഉണ്ടായി, ചിലന്തിയിൽ നിന്നും എങ്ങനെ ചിലന്തി വല ഉണ്ടായി, അതുപോലെ തന്നെ പരമാത്മാവിൽ നിന്നുമാണ് സർവ്വഭൂതങ്ങളും ഉണ്ടായത് എന്ന് പറഞ്ഞ് അവിടെ വരെ നമ്മൾ കണ്ടതാ. അവിടെ വരെ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്ത സെൻറ്റൻസ് അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. തസ്യ ഉപനിഷത്ത് സത്യസ്യ സത്യം ഇതി. അജാതശത്രു ആ ചിത്രം ഉണ്ടായിരിക്കണം മനസ്സിൽ. ഇവർ തമ്മിലുള്ള സംവാദം അവസാനിപ്പിക്കുകയാണ്. അല്ലയോ ഗാർഗ്യ, ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ള സത്യം. ഇതിൽ കൂടുതൽ ഒരു വെളിപ്പെടുത്തൽ എനിക്ക് ഉപദേശിക്കാനില്ല. കാരണം ഗുരു ഉപസത്തി നടത്തിയിരുന്നല്ലോ, അല്ലേ? ആ ഗുരുവായി കൊണ്ട് അജാതശത്രു ഗാർഗ്യനോട് പറയുകയാണ്, എനിക്ക് ഇതാകുന്നു നിന്നോട് വെളിപ്പെടുത്തുവാനുള്ള സത്യം. അല്ലേ? സത്യം എന്ന് വെച്ചാൽ ഉണ്മ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അല്ലേ? നമ്മൾ കേനോപനിഷത്തിൽ പഠിച്ച ന വിക്മഹ ന വിജാനീമഹ. ഇത് കൂടുതലൊന്നും എനിക്കറിയില്ല, എനിക്ക് പറയാനുമില്ല. ഇത്രയാണ് ഞാൻ പഠിച്ചത്, അത് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറയും. എന്നിട്ട് പറയുന്നു ഉപനിഷത്ത്, തസ്യ ഉപനിഷത്ത്, ഞാൻ നിന്നോട് ഉണ്മയെക്കുറിച്ച് പറയുന്നു. ഇവിടെ ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. ഭഗവത്പാദർ തൻ്റെ ഭാഷ്യത്തിൽ ഒരു പാരഗ്രാഫ് ഉപനിഷത്ത് എന്താന്ന് പറയുകയാണ്. അത് അത്രയൊന്നും എഴുതിപ്പിക്കുന്നില്ല, കുറച്ചെങ്കിലും എഴുതിക്കോളൂ. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം, ഇവിടെ അർത്ഥം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളൊക്കെ, അല്ലേ? ആ ശ്ലോകമൊക്കെ എല്ലാവർക്കും അറിയാം, ഓർമ്മയുണ്ടോയെന്നറിയില്ല. അതൊന്നും അല്ല ഇവിടെ അർത്ഥം. ഇവിടുത്തെ അർത്ഥം എഴുതിക്കോളൂ. ഉപനിഷത് ശബ്ദ എന്ന് വെച്ചാൽ എന്താണ്? ഉപനിഷത്ത് എന്ന ശബ്ദത്തിന്, ശബ്ദം എന്ന് വെച്ചാൽ വാക്ക്, ഇവിടെ ഉപനിഷത്ത് എന്ന വാക്കിന് രഹസ്യമിതി ഉച്ചതേ. ഉപനിഷത് ശബ്ദ രഹസ്യം ഇതി ഉച്ചതേ എന്ന് വെച്ചാൽ എന്താണ്? ഉപനിഷത്ത് എന്ന ശബ്ദത്തിന് ഇവിടെ രഹസ്യം എന്നാണ് അർത്ഥം. ഉച്ചതേ എന്ന് വെച്ചാൽ പറയപ്പെടുന്നു. രഹസ്യം എന്ന അർത്ഥമാണ് ഇവിടെ പറയുന്നത്, അല്ലെ മനസ്സിലാക്കേണ്ടത്.
ആ അർത്ഥമാണ്. അല്ലാണ്ട് നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥം എന്നുള്ള അർത്ഥമല്ല, ബൃഹദാരണ്യ ഉപനിഷത്ത് എന്നുള്ള അർത്ഥമല്ല. ഇവിടെ ഉപനിഷത്ത് എന്ന് വെച്ചാൽ എന്താണ്? രഹസ്യം. ഇനി രഹസ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. രഹസ്യം എന്ന് വെച്ചാലും നമ്പർ ഇട്ട് എഴുതിക്കോളൂ. 1. രഹസ്യം എന്ന വാക്കിൻ്റെ ഫസ്റ്റ് മീനിങ് അർത്ഥഗ്രഹണാത്. അർത്ഥഗ്രഹണാത് ദുർലഭ. അർത്ഥഗ്രഹണാത് ദുർലഭ രഹസ്യശബ്ദഃ. അർത്ഥഗ്രഹണാത് ദുർലഭഃ രഹസ്യശബ്ദഃ. ഇനി 2, നമ്പർ 2, മീനിങ് നമ്പർ 2 എഴുതിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ എഴുതിക്കോളൂ. അർത്ഥഗ്രഹണാത് സൂക്ഷ്മഃ. അർത്ഥഗ്രഹണാത് സൂക്ഷ്മഃ രഹസ്യശബ്ദഃ. അർത്ഥഗ്രഹണാത് സൂക്ഷ്മഃ രഹസ്യശബ്ദഃ. മൂന്നാമത്തെ അർത്ഥം, മീനിങ് നമ്പർ 3. അർത്ഥഗ്രഹണാത് ഇങ്ങനെ കോമ ഇട്ടാൽ മതി. അർത്ഥഗ്രഹണാത് പവിത്രഃ, അല്ലെ ദിവ്യഃ എന്നും പറയും. രണ്ടും ഒരർത്ഥം കേട്ടോ. അർത്ഥഗ്രഹണാത് പവിത്രഃ, അല്ലെങ്കിൽ ബാർ ഇട്ടിട്ട് എഴുതിയാൽ മതി, ഓർ ദിവ്യഃ. അർത്ഥഗ്രഹണാത് പവിത്രഃ ഓർ ദിവ്യഃ രഹസ്യശബ്ദഃ. അർത്ഥഗ്രഹണാത് ദിവ്യം. ദിവ്യമില്ലേ? ദിവ്യം, ദിവ്യ ഇല്ലേ? ദിവ്യ എന്നുള്ള പേരില്ലേ? ദിവ്യ. ഒന്നുകൂടെ പറയാം. ദിവ്യം. ദിവ്യോ ഹി മൂർത്ത പുരുഷഃ സബാഹ്യാഭ്യന്തരോ. ആ ദിവ്യം, ദിവ്യ. എഴുതിയ അല്ലെ? പവിത്രഃ, പവിത്രം. പവിത്രം എന്ന് വെച്ചാൽ ഇൻപ്യൂർ, ആ അർത്ഥം. ഒന്നുകൂടെ പറയാം. ഉപനിഷത് ശബ്ദഃ രഹസ്യദൂച്യത്തെ. ഉപനിഷത്ത് എന്ന വാക്കിന് ഇവിടെ രഹസ്യമെന്നാണ് അർത്ഥം. എന്തുകൊണ്ട്? രഹസ്യം എന്ന വാക്കിന് 3 അർത്ഥമാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് അർത്ഥഗ്രഹണാത് ദുർലഭഃ രഹസ്യശബ്ദഃ. രണ്ടാമത്തെ അർത്ഥം അർത്ഥഗ്രഹണാത് സൂക്ഷ്മഃ രഹസ്യശബ്ദഃ. അർത്ഥഗ്രഹണാത് പവിത്രഃ അല്ലെങ്കിൽ ദിവ്യഃ രഹസ്യശബ്ദഃ. ഈ 3 അർത്ഥങ്ങളാണ് രഹസ്യം എന്ന ശബ്ദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ്. ഇനി നമുക്ക് മടങ്ങി വരാം മന്ത്രത്തിലേക്ക്. എല്ലാവരും പുസ്തകം നോക്കുക. മന്ത്രം തസ്യ ഉപനിഷത് സത്യസ്യ സത്യം. അതായത്, അല്ലയോ ഗാർഗ്യ, ഞാൻ നിന്നോട്, എനിക്ക് അവസാനമായി ഈ സത്യം മാത്രമേ നിന്നോട് വെളിപ്പെടുത്താനുള്ളൂ. ഈ സത്യം എന്നത് രഹസ്യമാകുന്നു. ഞാൻ നിനക്കൊരു സീക്രട്ട് പറഞ്ഞു തരാം. ആ സീക്രട്ടാണ് പറഞ്ഞത്. എന്ത് സീക്രട്ട്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തായിരുന്നു സീക്രട്ട്? എല്ലാവരും സുഷുപ്തിയിൽ ആനന്ദം അനുഭവിക്കുന്നത് പരമാത്മാവുമായി ഏകീഭവിക്കുന്നത് കൊണ്ടാണ്. ആനന്ദത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ ദുഃഖമാണ് അനുഭവിക്കുന്നത്. ആ രഹസ്യം പറഞ്ഞു. പക്ഷെ നിനക്ക് മടങ്ങി വരുമ്പോഴും ആനന്ദം അനുഭവിക്കണമെങ്കിൽ നീ ആ പരമാത്മാവിൻ്റെ ആനന്ദത്തെ നുകരുവാനുള്ള പ്രാപ്തി നേടിയെടുക്കണം, അധികാരം ഉണ്ടായിരിക്കണം. അതാണ് മോക്ഷം. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നതാണ് മോക്ഷം. അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ള രഹസ്യം. രഹസ്യം പറഞ്ഞു, വീണ്ടും പറഞ്ഞു രഹസ്യം. ഇതാണ് ഉപനിഷത്ത് എന്ന വാക്കിന് ഇവിടെ അർത്ഥം. എന്തുകൊണ്ട് രഹസ്യം?
അർത്ഥഗ്രഹണാത് ദുർലഭ. ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്നത് ദുർലഭമാണ്, റയറാണെന്ന്. ദുർലഭം, അതിദുർലഭം. ശരിക്കും ഇവിടെ അതി എന്നുള്ള ഉപസർഗവും കൂടെ കൂട്ടിച്ചേർക്കണം. ഇത് എളുപ്പമല്ല, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്ന്, ദുർലഭമാണ് അല്ലേ. നമ്മൾ വിവേക ചൂടാമണിയിൽ പഠിച്ചിട്ടുണ്ട്, ജന്തൂനാം നരജന്മ ദുർലഭം. അവിടെയും പഠിച്ചിട്ടുണ്ട് ദുർലഭം. ഒന്നാമത്തെ രണ്ടാമത്തെ മന്ത്രം അല്ല ശ്ലോകം വിവേക ചൂടാമണി അല്ലേ. ദുർലഭം എന്ന് വെച്ചാൽ വളരെ പ്രയാസകരമാണ് ഈ രഹസ്യം അർത്ഥഗ്രഹണം എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ അർത്ഥത്തെ സ്വായത്തമാക്കുക. അതാണ് അർത്ഥഗ്രഹണം എന്ന വാക്കിൻ്റെ അർത്ഥം. വേർഡ് ബൈ വേർഡ് മീനിങ് പഠിക്കലെന്നല്ല. അർത്ഥഗ്രഹണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എന്താണോ ഉപനിഷത്തിൽ അല്ലെ ശ്രുതി പറയുന്നത് ആ അർത്ഥം സ്വായത്തമാക്കുക. സ്വായത്തമാക്കുക എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ കൈവശമാക്കുക, എൻ്റെ അനുഭവമാക്കുക. അതാണ് കേട്ടോ അർത്ഥഗ്രഹണം എന്ന് വെച്ചാൽ. അനുഭവാതെന്നാണ് അർത്ഥ അനുഭവാത്. ഇതിൻ്റെ അർത്ഥം എൻ്റെ അനുഭവമാക്കുക എന്നത് എല്ലാവർക്കും വേണേൽ പഠിക്കാം അല്ലേ. പക്ഷേ ആ പഠിച്ചത് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ലക്ഷത്തിലൊരാൾക്കായിരിക്കും. അതുകൊണ്ടാണ് ദുർലഭം. പഠിക്കാന്നുള്ളതും അങ്ങനെ തന്നെ അല്ലേ. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കിഞ്ചിത് അവിസിദ്ധയെന്ന്. അല്പ ആളുകൾക്ക് അത് കിട്ടുള്ളൂ. അത് തന്നെ ഇവിടെ. അതുകൊണ്ടാണ് ഇത് രഹസ്യം. നമ്മൾ ഉപനിഷത്ത് പഠിച്ചപ്പോൾ ഈ ഉപനിഷത്ത് ശബ്ദത്തിനും രഹസ്യം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത് വേണ്ടവർ എഴുതിക്കോളൂ. അജ്ഞാനകാലേ രഹസ്യം, ജ്ഞാനകാലേ പരസ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ അർത്ഥം. എപ്പോഴെങ്കിലുമൊക്കെ പുസ്തകം എടുത്ത് നോക്കണം. അജ്ഞാനകാലേ രഹസ്യം, ജ്ഞാനകാലേ പരസ്യം. അതായത് അജ്ഞാനകാലത്ത് എനിക്കിത് രഹസ്യമായിട്ടിരിക്കും. എൻ്റെ കയ്യിലുണ്ടെങ്കിലും എനിക്കത് ഈ കസ്തൂരി അന്വേഷിച്ച് പോകുന്ന പോലെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്കത് അറിയില്ല. ജ്ഞാനകാലേ പരസ്യം എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ, അതായത് എനിക്ക് ജ്ഞാനകാലം എന്ന് വെച്ചാൽ അധികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരസ്യമാണ്. അതിന് പിന്നെ അത് ഒളിപ്പിച്ചു വെക്കാനൊന്നുമില്ല എന്നത് നമ്മൾ പഠിച്ചാണ്. ആ അർത്ഥവും ഇവിടെ മനനം ചെയ്യാവുന്നതാണ്. മടങ്ങി വരാം. ഒന്നാമത്തെ അർത്ഥം എന്താണ്? അർത്ഥഗ്രഹണാത് ദുർലഭ. എന്താണോ ശ്രുതി പറയുന്ന അർത്ഥം അതേപോലെ മനസ്സിലാക്കി അത് അനുഭവത്തിൽ കൊണ്ടുവരാ എന്നത് വളരെ ദുർലഭമാണ്, റയറാണ്, വളരെ പ്രയാസകരമാണ്, എളുപ്പമല്ല എന്നതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? അർത്ഥഗ്രഹണാത് സൂക്ഷ്മ. ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്നുള്ളത് സൂക്ഷ്മമാണെന്ന്, അതായത് സൂക്ഷ്മ ബുദ്ധി വേണമെന്ന്. അത് എഴുതിക്കോളൂ. സൂക്ഷ്മ ബുദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. മന ഉപസ്ഥിതി എന്നാണ്. വെറുതെ എഴുതി വെച്ചോളൂ, എപ്പോഴെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടും. മന ഉപസ്ഥിതി, അതായത് മനസ്സ് ഇവിടെ നിന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. പഠിക്കുന്ന വിഷയത്തിൽ മനസ്സ് ഉപസ്ഥിതമാകണം. മനസ്സ് ഉപസ്ഥിതം എന്ന് വെച്ചാൽ മനസ്സ് അവിടെ നിൽക്കണം. ഞാൻ പഠിക്കുകയാണ്, എൻ്റെ മനസ്സ് മറ്റു പലയിടത്താണെങ്കിലോ സാധിക്കില്ല. ഞാൻ പഠിക്കുന്നുണ്ട്, വർഷങ്ങളായി പഠിക്കുന്നുണ്ട്, അനുഭവം വരുന്നില്ല, അല്ലെ ദുഃഖം മാറുന്നില്ല, എൻ്റെ ക്രോധം മാറുന്നില്ല. അത് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല ആളുകളെയും അല്ലേ. ഒന്നും വേണ്ട, ദുർവാസാവും വിശ്വാമിത്ര മഹർഷിയുടെ ഒക്കെ കഥ നമുക്കറിയാം. കാമം ക്രോധം അടക്കുക എന്നുള്ളത് സാധിക്കുന്നില്ല. കാരണം എന്താ? പഠിക്കുന്ന വിഷയത്തിൽ മനസ്സ് ഉപസ്ഥിതമാകുന്നില്ല, മനസ്സവിടെ നിലനിൽക്കുന്നില്ല. ചഞ്ചലമെങ്കിൽ അതിവിടെ ഓർക്കാവുന്നതാണ്, ചഞ്ചലത്വമാണ്. അപ്പം മനസ്സ് സൂക്ഷ്മമായാലേ, ബുദ്ധി സൂക്ഷ്മമായാലേ. ബുദ്ധി എങ്ങനെ സൂക്ഷ്മമാകും?
മനസ്സ് ഉപസ്ഥിതമായാൽ, അതായത് ബുദ്ധി, നമ്മുടെ സംസാര ഭാഷയിൽ പറഞ്ഞാൽ ഇത് ബുദ്ധിയിലേക്ക് കയറണമെങ്കിൽ പഠിച്ചത് എനിക്കിത് വളരെ പ്രയാസകരമാണ്, പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഒന്നാമത് എൻ്റെ ഉപാസനയുടെ കുറവുണ്ട്, അധികാരത്തിൻ്റെ കുറവാണ്. അപ്പം ഞാൻ അധികാരം വളർത്തുക. അപ്പം അധികാരം വളരുമ്പോൾ എന്താ, മനസ്സ് തിരയടങ്ങിയ കടൽ പോലെ ശാന്തമാകും അല്ലേ? അതാണ് മന ഉപസ്ഥിതി എന്ന് പറയുന്നത്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, അശാന്തസ്യ കുതസുഖം എന്ന്. അശാന്തന് എവിടെയാ സുഖം കിട്ടുക അല്ലേ? അതായത് ശാന്തി വേണം, അതാണ് മന ഉപസ്ഥിതി. ഒന്നുകൂടെ പറയാ, ഇത്രയേ ഉള്ളൂ. മനസ്സ് ഇവിടെ നിൽക്കണം, എങ്കിലേ പഠിക്കുന്നത് കേൾക്കാൻ പറ്റൂ, മനസ്സിലാക്കാൻ പറ്റൂ. മനസ്സിലായാലല്ലേ എനിക്ക് മനനം ചെയ്തും എൻ്റെ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എനിക്ക് ഉറങ്ങുമ്പോഴുള്ള സുഖം എഴുന്നേറ്റിരിക്കുമ്പോഴും കിട്ടണ്ടേ? അതിനെന്ത് ചെയ്യണം? ആദ്യം പഠിക്കണം. എങ്ങനെ പഠിക്കണം? ശ്രദ്ധയോടെ പഠിക്കണം. എങ്ങനെ ശ്രദ്ധ കിട്ടും? മനസ്സ് ശാന്തമായാൽ. ആ ശ്രദ്ധയുള്ള മനസ്സിൽ ഉറയ്ക്കും ഇത്. അതാണ് പറയുന്നത് അർത്ഥഗ്രഹണാത് സൂക്ഷ്മഃ. ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്നുള്ളത് അല്ലയോ ഗാർഗ്യ, എളുപ്പമല്ല, ഇത് സൂക്ഷ്മമാണ്, വളരെ സട്ടിലാണ്. അതിന് നീ ഉപാസന ചെയ്യണം, നിന്റെ മനസ്സിനെ ഇവിടെ കേന്ദ്രീകരിക്കണം, എങ്കിൽ ഇതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാകും ഗാർഗ്യ എന്ന് പറയും. അതുകൊണ്ട് ഇത് രഹസ്യമാണ് അല്ലേ? കോളേജിൽ പഠിക്കുന്നുണ്ട്, നമ്മളിനി മൈത്രേയി ബ്രാഹ്മണം വരുന്നുണ്ട്. മൈത്രേയി ബ്രാഹ്മണം എംഫിലിനൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സാമൂജിയുടെ അടുത്ത് ഇപ്പം ക്യാമ്പ് നടക്കുകയാണ്. ഇപ്പം മധ്യപ്രദേശിൽ കുട്ടികൾ വന്നിട്ടുണ്ട്, 40 കുട്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പം എംഫിലിന് പഠിക്കുന്നവർ, MA സംസ്കൃതം പഠിക്കുന്നവർ, അങ്ങനെയുള്ള കുട്ടികളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഒന്ന് മൈത്രേയി ബ്രാഹ്മണം പഠിക്കാനുണ്ട്. അപ്പം സ്വാമിജി പറഞ്ഞ വാക്കാണിത്. അത് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ശാസ്ത്രി എന്നുള്ള പട്ടം കിട്ടും അവർക്ക്, ശാസ്ത്രിയാകാൻ സാധിക്കും. അതൊക്കെ എളുപ്പമാണ്. പക്ഷെ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ പൂർവികർ അനുഭവിച്ച സുഖം അത് മനസ്സിലാകണമെങ്കിൽ ഇത് രഹസ്യമാണ്, എളുപ്പമല്ല. ഈ രഹസ്യം എന്നെ വാക്കിൻ്റെ നമ്മൾ മലയാളീകരിച്ച് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ല ഇത് കിട്ടാൻ, നല്ലതായിട്ട് കഷ്ടപ്പെടണോ എന്ന്. അടുത്തത് എന്താണ്? മൂന്നാമത്തെ അർത്ഥം എന്താ? അർത്ഥഗ്രഹണാത് പവിത്രഃ. ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്നുള്ളത് പവിത്രമായ കാര്യം. പവിത്രം എന്ന് വെച്ചാൽ ശ്രേഷ്ഠം. ഇത് ഏറ്റവും ശ്രേഷ്ഠമാണിത് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം ശ്രേഷ്ഠമായ കാര്യം ആർക്കേ കിട്ടുകയുള്ളൂ? ശ്രേഷ്ഠമായ അധികാരിക്കേ കിട്ടുകയുള്ളൂ. അതായത് വൃത്തിയുള്ള പാത്രത്തിലെ ഭഗവാൻ ഭിക്ഷ തരും, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ പാത്രം വൃത്തിയാക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൃത്തിയില്ലാത്തവർക്ക് ഇത് രഹസ്യമായിരിക്കും, വൃത്തിയുള്ളവർക്ക് ഇത് പരസ്യമായിരിക്കും. വൃത്തിയുള്ള പാത്രം എന്ന് വെച്ചാൽ എന്താണ്? അധികാരം, അത്രയുള്ള. അനധികാരികൾക്ക് രഹസ്യം, അധികാരികൾക്ക് പരസ്യം. അതാണ് രഹസ്യം. അല്ലയോ ഗാർഗ്യ, എന്തിനാണ് ഈ രഹസ്യം എന്ന് പറഞ്ഞത്? ഇവിടെ ഗാർഗ്യനെ ഗുരുവായ അജാതശത്രു അവസാനിപ്പിക്കുമ്പോൾ, ഇവിടെ ഉപനിഷത്ത് അവസാനിക്കുകയാണ്. അതായത് അജാതശത്രു ഗാർഗ്യ സംവാദം അവസാനിക്കുകയാണ്. അവസാനിക്കുന്നതിന് മുമ്പ് ഗുരു ഒരിക്കൽ കൂടി ഉപദേശം അല്ലെ വാണിംഗ് കൊടുക്കുകയാണ്. ഗാർഗ്യ, എനിക്ക് ഇത്രയും നിന്നോട് പറയാനുള്ളൂ, ഇത് എളുപ്പമല്ല, കിട്ടുക എന്നുള്ളത് വളരെ ദുർലഭമാണ്. നീ നിന്റെ അധികാരം വളർത്തുക, നിന്റെ മനസ്സിനെ ചഞ്ചലത്വമില്ലാണ്ടാക്കുക, എങ്കിലേ നിനക്ക് ഞാൻ ഉപദേശിച്ച ബ്രഹ്മവിദ്യ. എന്താണ് ഇവിടെ ബ്രഹ്മവിദ്യ ഉപദേശിച്ചത്? എന്തായിരുന്നു ബ്രഹ്മവിദ്യ? ഇതാണ്. എന്താ നമ്മൾ കണ്ടിരുന്നു, ഏവമേവ അസ്മാത് ആത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി ഉച്ചരന്തി. അതാണ് ബ്രഹ്മവിദ്യാ ഉപദേശം അല്ലേ?
അതായത് എല്ലാ ജീവാത്മാക്കളും പരമാത്മാവിൽ നിന്നും ഉണ്ടായത് ഉറങ്ങുന്ന സമയത്ത് പരമാത്മാവിലേക്കാണ് ഏകീഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. ഞാൻ പറഞ്ഞ കാര്യം ഏറ്റവും രഹസ്യമാണ്. ആ രഹസ്യമായ വിദ്യയെ ഗൂഢാർത്ഥം എന്ന് പറയും. അതിന് ഗൂഢാർത്ഥം എന്ന് വെച്ചാൽ ഗൂഢാർത്ഥം എന്ന് വെച്ചാൽ രഹസ്യവിദ്യ. ഇത് ഈ രഹസ്യമായ വിദ്യയെ നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ നിന്റെ അധികാരത്തെ വളർത്തു. അതുകൊണ്ടാണ് രഹസ്യം എന്ന വാക്കിന് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ 3 അർത്ഥം കൊടുത്തത്. നമ്മൾക്കും കൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. എനിക്ക് ബൃഹദാരണ്യം മനസ്സിലാകണമെങ്കിൽ ഞാൻ എൻ്റെ ഉപാസന ചെയ്യണം, ഞാൻ എൻ്റെ മനസ്സിനെ ഉപസ്ഥിതമാക്കണം. എന്ന് വെച്ചാൽ ചഞ്ചലത്വമില്ലാണ്ട് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി മനസ്സിനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. മനസ്സ് ദിശം ദിശം പതിത്വ അന്യത്ര ആയതനം അലബ്ധ്വ. മനസ്സിങ്ങനെ പല ദിശകളിലും കൂടെ കറങ്ങിയിരിക്കുകയാണ്. അതിനെ ഇവിടെ നിലനിർത്തണമെങ്കിൽ ഞാൻ തന്നെ പരിശ്രമിക്കണം, ഞാൻ തന്നെ എൻ്റെ അധികാരം വളർത്തണം. എങ്കിലേ ഈ രഹസ്യവിദ്യ എൻ്റെ അനുഭവത്തിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എനിക്ക് ഗ്രഹിക്കാൻ സാധിക്കൂ, അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇത് പവിത്രമാണ്, ശ്രേഷ്ഠമാണ്. അപ്പം ഞാനും എന്നെ പവിത്രീകരിക്കുക. എങ്ങനെയാണ് പവിത്രീകരിക്കുക? ഭദ്രം കർണേവി ശൃണുയാമദേവ. അതിൽ കൂടുതൽ എന്ത് പവിത്ര വേണ്ട അല്ലേ? ഞാൻ കേൾക്കുന്നതും കാണുന്നതും മണക്കുന്നതും രുചിക്കുന്നതും ഒക്കെ ഭദ്രമായിരിക്കണേ എന്നുള്ള പ്രാർത്ഥന. അതാണ് ഏറ്റവും വലിയ പവിത്രത. അതുണ്ടായിരിക്കണേ എങ്കിൽ ഈ സത്യസ്യ സത്യം, ഞാൻ പറഞ്ഞ ഈ സത്യമായ വാക്കുകളെ നിനക്ക് മനസ്സിലാകും. ഇല്ലെങ്കിൽ ഒരിക്കലും നിനക്കിത് കിട്ടൂല എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. പ്രാണാവൈ സത്യം തേഷാം ഏവ സത്യം. അതായത് അല്ലയോ ഗാർഗ്യ, പ്രാണനാകുന്നു ഏറ്റവും വലിയ സത്യം. ഇവിടെ പ്രാണൻ എന്ന് വെച്ചാൽ എല്ലാ പ്രാണികളിലും കുടിയിരിക്കുന്ന പരമാത്മ ചൈതന്യം എന്നാണ് അർത്ഥം. എല്ലാ പ്രാണികളിലും കുടിയിരിക്കുന്ന പരമാത്മ ചൈതന്യം. പ്രാണ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ പരമാത്മ. എന്തുകൊണ്ട് പ്രാണൻ എന്ന് വിളിക്കുന്നു? പരമാത്മാവിനെ എല്ലാവരിലും പ്രാണരൂപത്തിൽ, ഉച്ഛ്വാസ നിശ്വാസ രൂപത്തിൽ ഇരിക്കുന്നു. എല്ലാവരും ഉറങ്ങുമ്പോഴും ആ പ്രാണൻ തൻ്റെ ജോലി ചെയ്യുന്നു. അതിനെ ഇവിടെ പ്രാണൻ എന്ന് വിളിക്കുന്നു. അതാണ് ഏറ്റവും വലിയ സത്യം. തേഷാം ഏവ സത്യം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും സത്യം നിന്നോട് പറഞ്ഞു തരാനില്ല ഗാർഗ്യ. ഇതാണ് സത്യം അല്ലേ? നമ്മൾ പലയിടത്തും സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എവിടെയൊക്കെയാണ് കണ്ടത്? ഒന്ന് മുണ്ടകോപനിഷത്തിൽ സത്യമേവ ജയതേനാമൃതം സത്യേന പന്ഥ. നമ്പറൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ എഴുതി മടുത്ത് കാണും. അതുകൊണ്ട് വെറുതെ മന്ത്രം ചൊല്ലാം. ഒന്ന് മുണ്ടകത്തിൽ സത്യം കണ്ട്, പിന്നെ തൈത്തിരീയ ഉപനിഷത്തിൽ കണ്ടു സത്യം വധ ധർമ്മം ചര അല്ലേ? സത്യേന പന്ഥ നാനൃതോ ആപ്തകാമഹ. മുണ്ടകത്തിൽ വീണ്ടും കണ്ടു. ഒരുപാട് സ്ഥലത്ത് കണ്ടതാ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യം എന്ന വാക്കിന് ഇവിടെ അർത്ഥം പരമാത്മ. അതായത് സത്യം എന്ന വാക്കിൻ്റെ എട്ടിമോളജി നമ്മൾ പഠിച്ചാണ്. എട്ടിമോളജി എന്ന് വെച്ചാൽ പരിഭാഷ. എന്താണ്? എഴുതിക്കോളൂ. ത്രികാല അബാധിതം സത്യം. 3 കാലത്തും നശിക്കാത്തത് എന്തുണ്ടോ അതിനെയാണ് ശാസ്ത്രം സത്യം എന്ന് വിളിക്കുന്നത്. ത്രികാലം എന്ന് വെച്ചാൽ 3 കാലം. 3 കാലമൊക്കെ അറിയാം. ത്രികാല അബാധിതം. അബാധിതം എന്ന് വെച്ചാൽ നശിക്കാത്തത്. ത്രികാല അബാധിതം സത്യം. 3 കാലത്തും നശിക്കാത്തത് എന്തുണ്ടോ ആ നശിക്കാത്തതിനെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് സത്യം. 3 കാലത്തും നശിക്കാത്തത് ആരാ ഉള്ളത്? പരമാത്മ അല്ലേ? സൃഷ്ടി സ്ഥിതി ലയം, അതാണ് 3 കാലം കേട്ടോ. സൃഷ്ടികാലം, സ്ഥിതികാലം, ലയകാലം. നമുക്ക് 2 കാലമേ ഉള്ളൂ നശിക്കാതിരിക്കുക. ഒന്ന് സൃഷ്ടികാലത്ത്, സ്ഥിതികാലത്തും നമ്മൾ നശിക്കുന്നില്ല. ലയകാലത്ത്
നമ്മൾ നശിക്കും അല്ലേ, നമ്മുടെ മരണം എന്നത്. പരമാത്മാവിന് ലയമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ത്രികാല അബാധിതം, 3 കാലങ്ങളും ബാധിക്കാത്തത്. എന്തോ പരമാത്മാവിനെ നമ്മൾ എങ്ങനെയാണ് നിരഞ്ജനൻ, നിരാമയൻ, അക്ഷരൻ, ബ്രഹ്മൻ എന്നൊക്കെ വിളിച്ചത്, അതുപോലെ തന്നെ സത്യമെന്നും വിളിക്കുന്നു. ആ സത്യമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഗാർഗ്യ. ഇത് രഹസ്യമാണ്. ആ രഹസ്യത്തെ നീ മനസ്സിലാക്കണമെങ്കിൽ നീ നിന്റെ അധികാരത്തെ വളർത്തൂ ഗാർഗ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എഴുതിക്കോളൂ. ഇതി ദ്വിതീയോധ്യായഃ പ്രഥമ ബ്രാഹ്മണഃ. ഇതി ദ്വിതീയോധ്യായഃ പ്രഥമ ബ്രാഹ്മണഃ അജാതശത്രു ബ്രാഹ്മണം. പ്രഥമ ബ്രാഹ്മണഃ അജാതശത്രു ബ്രാഹ്മണം സമാപ്തം. ഇതി ദ്വിതീയോധ്യായഃ പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം സമാപ്തം. അങ്ങനെ അജാതശത്രു ഗാർഗ്യന് ഉപദേശം അവസാനിപ്പിക്കുകയാണ് ഇവിടെ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. നമുക്ക് ഒന്ന് ശാന്തി മന്ത്രം ചൊല്ലാം. ആരും പോകരുത്, കാരണം എനിക്ക് റെക്കോർഡിങ് നിർത്താൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ എല്ലാവരും ഇരിക്കണം കേട്ടോ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ.